നമസ്കാരം. ലൈറ്റ്സ് ക്യാമറ ആക്ഷൻ എന്ന നമ്മുടെ ചാനലിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. ഞാൻ നിങ്ങളുടെ ശാന്തിവിള ദിനേശ്. ഇന്ന് മുതലുള്ള പ്രോഗ്രാം രാത്രി 8 മണിക്കാണ് നമ്മൾ സംപ്രേഷണം ചെയ്യുന്നത്. യൂട്യൂബിൽ നിന്നുള്ള ഒരു ഡയറക്ഷനാണ്. രാവിലെ 6 മണിക്ക് എന്നുള്ളത് ഒരു ഡിസംബർ വരെ അതൊന്ന് രാത്രി 8 മണിയാക്കാൻ പറഞ്ഞു. കാരണം നമ്മുടെ പ്രോഗ്രാം ഏറ്റവും അധികം കാണുന്നത് രാത്രി 8 മണിക്കെന്നാണ് യൂട്യൂബ് പറയുന്നത്. അതുകൊണ്ട് സിനിമ വാരഫലം ഇന്ന് അവതരിപ്പിക്കുന്ന വാരഫലം മുതൽ രാത്രി 8 മണിക്ക്, അത് ഡിസംബർ വരെ. ഡിസംബർ കഴിഞ്ഞിട്ട് അവർ വീണ്ടും അനാലിസിസ് നടത്തിയിട്ട് വീണ്ടും പഴയതുപോലെ 6 മണിയാക്കണോ അല്ലെങ്കിൽ ഈ 8 മണി തുടരണോ എന്നുള്ളത് പറയാമെന്നാണ് യൂട്യൂബിൻ്റെ ഒരു അഡ്വൈസർ വിളിച്ച് സംസാരിച്ചത്. നമസ്കാരം. സിനിമ വാരഫലത്തിലേക്ക് ഒരിക്കൽ കൂടി എല്ലാവർക്കും സ്വാഗതം. സംഭവബഹുലമായിരുന്നു കഴിഞ്ഞ ഒരാഴ്ച എന്ന് പറയാം. ഓണവും ഓണാഘോഷവും 800 കോടി രൂപയ്ക്കെന്തോ 850 കോടി രൂപയ്ക്കെന്തോ മലയാളി കുടിച്ചു തീർത്തു. ഞാൻ പറയുന്നത് കുടിച്ചു തീർത്തുന്നാലും കുഴപ്പമില്ല എന്നാണ്. കുടിക്കുന്ന ശീലം കൂടി നമ്മൾ അവസാനിപ്പിച്ചാൽ വലിക്കുന്നതിലേക്ക് പോകും കൂടുതൽ ആൾക്കാർ. അതുകൊണ്ട് കുടിച്ചെങ്കിലും ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യട്ടെ എന്ന് ഞാൻ പറയും. ആദ്യം നമുക്ക് മേജറിൽ നിന്ന് തന്നെ തുടങ്ങാം. ഇപ്പോൾ മേജർ രവി വന്ന് നമ്മുടെ എന്താ പറയുക ചാനലുകൾക്ക് ദിനവും വിവാദ വാർത്തകൾ അദ്ദേഹത്തിന് പറഞ്ഞില്ലേൽ ഉറക്കം കിട്ടാത്ത ഒരവസ്ഥയിലേക്ക് മാറുകയാണോ എന്ന് തോന്നുന്നു. ഒരാവശ്യമില്ലാതെ ഇഷ്യൂ ഉണ്ടാക്കുകയാണ് ഇപ്പോൾ മേജറുടെ പ്രധാന പരിപാടി. ഒരു പട്ടാളക്കാരൻ്റെ ലെവലിൽ നിന്നിരുന്നെങ്കിൽ അദ്ദേഹത്തെ ആ ബഹുമാനത്തോടെ മലയാളി കണ്ടേനെ. ഉദാഹരണത്തിന് കഴിഞ്ഞ വാരം മരിച്ച എയർ കമാൻഡർ MK ചന്ദ്രശേഖർ, നമ്മുടെ BJPയുടെ സംസ്ഥാന അധ്യക്ഷനായ രാജീവ് ചന്ദ്രശേഖറിൻ്റെ അച്ഛൻ, 94 വയസ്സുവരെ അന്തസ്സായി ജീവിച്ചിട്ട് അദ്ദേഹം മടങ്ങി. വ്യോമസേനയുടെ പ്രസിദ്ധമായ ഡക്കോട്ട വിമാനം വർഷങ്ങളോളം പറത്തിയ പൈലറ്റാണ് ചന്ദ്രശേഖർ. വ്യോമസേനയിൽ 13,000 മണിക്കൂർ വിമാനം പറത്തിയ വൈമാനികനുമാണ് ചന്ദ്രശേഖർ. വിശിഷ്ട സേവാ മെഡൽ, വായുസേനാ മെഡൽ അടക്കം ഒരുപാട് മെഡലുകൾ നേടിയ, അവാർഡുകൾ നേടിയ, പുരസ്കാരങ്ങൾ നേടിയ മനുഷ്യനായിരുന്നു. രാജേഷ് പൈലറ്റ് അടക്കമുള്ള ആൾക്കാരെ പരിശീലിപ്പിച്ച ഉദ്യോഗസ്ഥനാണ്. യുദ്ധമുഖത്ത് വർഷങ്ങളോളം ഡക്കോട്ട പറത്തിയ ആൾ. കാരണം നമ്മുടെ കാശ്മീരിൻ്റെയൊക്കെ ബോർഡറിൽ അല്ലെങ്കിൽ ഇൻഡോ ചൈന, ഇൻഡോ പാക് യുദ്ധമൊക്കെ നടക്കുമ്പോൾ ബോർഡറിലേക്ക് പട്ടാളക്കാരെയും അവർക്ക് വേണ്ട ആയുധങ്ങളും ഭക്ഷണവും ഒക്കെ എത്തിച്ചിരുന്ന വിമാനം പറത്തിയ ആളായിരുന്നു. ഞാനൊരു ഭയങ്കര സംഭവമായിരുന്നെന്നോ വ്യോമസേന തന്നെ എൻ്റെ കാൽ കീഴിൽ ആയിരുന്നുവെന്നോ രാജ്യസ്നേഹം എന്നോളം ഇവിടെ ആർക്കുമില്ലെന്നോ ഒക്കെ ഒരു ഗീർവാണവുമില്ലാതെ 94 വയസ്സ് വരെ ജീവിച്ചിട്ട് അദ്ദേഹം പോയി. എന്നാൽ നമ്മുടെ മേജറോ, കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ സെൻസർ സർട്ടിഫിക്കേഷൻ ബോർഡ് സെൻസർ ചെയ്ത് പ്രദർശന അനുമതി നൽകിയ ആടുജീവിതത്തിൻ്റെ നായകനെ അത് ചെയ്തു കളയും, ഇത് ചെയ്തു കളയും എന്നൊക്കെ പറഞ്ഞ് പരിഹാസ്യനായി മാറുന്നു മേജർ രവി ഓരോ ദിവസവും. പൃഥ്വിരാജിനോട് എന്തോ പകയുണ്ടെന്ന് തോന്നും ഇദ്ദേഹം സംസാരിക്കുന്ന, എമ്പുരാന് ശേഷം ഇദ്ദേഹം സംസാരിക്കുന്നത് കേട്ടാൽ. അദ്ദേഹത്തിൻ്റെ വർത്തമാനങ്ങൾ മുഴുവൻ പൃഥ്വിരാജിനെതിരാണ്. അല്ലാതെ ആ പടം നിർമ്മിച്ച ആളിനോടോ എമ്പുരാൻ നായകനായ മോഹൻലാലിനോടോ ഒന്നും അദ്ദേഹത്തിന് പകയില്ല. എഴുതിയ മുരളി ഗോപിയോടും പകയില്ല. പൃഥ്വിരാജിനോട് എന്തോ ഒരു വൈരാഗ്യം വെച്ച് തീർക്കുന്ന പോലെയാണ് ഇപ്പോൾ മേജർ സംസാരിക്കുന്നത്. അദ്ദേഹം എമ്പുരാൻ്റെ നിർമ്മാതാവല്ല, അതിൻ്റെ തിരക്കഥാകൃത്തല്ല, നായകനല്ല, സംവിധാനം ചെയ്തു എന്ന് മാത്രമേ അദ്ദേഹം ചെയ്തിട്ടുള്ളൂ. രാജ്യസ്നേഹം എനിക്ക് തെറ്റിപ്പോകുന്നു. രാജ്യസ്നേഹം വഴിഞ്ഞ് ഒഴുകിയില്ല എന്നാണ് എമ്പുരാൻ എന്ന പറഞ്ഞ സിനിമയിൽ മേജർ കാണുന്ന കുറ്റം. ആ പടത്തിൽ രാജ്യസ്നേഹമില്ല, രാജ്യസ്നേഹത്തിനെതിരെ എടുത്ത സിനിമ എന്നാണ് അദ്ദേഹം പറയുന്നത്. ഇതിന് മറുപടി പറയേണ്ടവർ പറഞ്ഞു കഴിഞ്ഞു. മലയാളി തിയേറ്ററിൽ കയറി പടം കണ്ടു. യൂട്യൂബിലും എമ്പുരാൻ ട്രെൻഡ് സെറ്ററാണ്. പക്ഷേ മേജറുടെ ചൊറിച്ചിൽ മാറുന്നതേയില്ല.
ഇപ്പോൾ അദ്ദേഹം എമ്പുരാനെ വിട്ടിട്ട് പൃഥ്വിരാജ് അഭിനയിച്ച ആട് ജീവിതത്തിലാണ് കയറി പിടിക്കുന്നത്. മേജറല്ല, മേജറുടെ ഉപ്പാപ്പ കൊള്ളില്ല എന്ന് പറഞ്ഞാലും ആട് ജീവിതം എന്ന് പറഞ്ഞ ഈ പൃഥ്വിരാജ് നായകനായ സിനിമ, അല്ലെങ്കിൽ ബ്ലെസ്സിയുടെ സിനിമ മനോഹരമായ സിനിമയും പൃഥ്വിരാജ് ഉജ്ജ്വലമായ പ്രകടനവും നടത്തിയ സിനിമ തന്നെയാണ്. ഈ സിനിമയൊന്നും കുറച്ച് കാലത്തേക്ക് കേന്ദ്ര അവാർഡിന് അയക്കാതിരിക്കുന്നതാണ് ഭംഗി എന്ന് ഞാൻ പറയും. കേന്ദ്ര അവാർഡിന് അയക്കരുത്, കാരണം ഒന്നും കിട്ടില്ല. അതിൻ്റെ കാരണങ്ങൾ ഒരുപാടുണ്ട്. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്, ഇത്തരം സിനിമകൾ എടുക്കുന്നവർ കേന്ദ്ര അവാർഡിന് ഇനി കുറച്ച് കാലത്തേക്ക് അയക്കരുത്. പകരം കേരള സ്റ്റോറി പോലുള്ള കൂതറ സിനിമകൾ എടുത്ത് ഗോസായിമാരെ തൃപ്തരാക്കിയാൽ വല്ലതുമൊക്കെ തടയും. മികച്ച സംവിധായകൻ്റെ, മികച്ച ചിത്രത്തിൻ്റെ ഒക്കെ അവാർഡ് കിട്ടും. പക്ഷേ കേരള സ്റ്റോറി പോലുള്ള കേരളത്തിനെ തള്ളക്കി വിളിക്കുന്ന, നട്ടാൽ കുരുക്കാത്ത നുണ പറയുന്ന സിനിമകൾ ചെയ്യണം, എങ്കിലേ കിട്ടും. ഇപ്പോൾ തന്നെ നമ്മുടെ മമ്മൂട്ടിക്ക് ഒരു പത്മശ്രീ പുരസ്കാരത്തിന് മാത്രമാണോ അർഹത? നിങ്ങൾ ആലോചിച്ച് നോക്കൂ. അദ്ദേഹം ഒരു വെറും പത്മശ്രീ മമ്മൂട്ടിയാകേണ്ട ആൾ മാത്രമാണോ? സേതുമാധവ് സാറിനെയും ദേവരാജൻ മാഷിനെയും പോലുള്ള ജീനിയസുകൾക്ക് കിട്ടാത്ത, അല്ലെങ്കിൽ കിട്ടാതെ പോയ പത്മശ്രീയെങ്കിലും ഇപ്പോൾ ഭരിക്കുന്നവർ വരും മുമ്പ് മമ്മൂട്ടിക്ക് കിട്ടിയല്ലോ എന്ന് മമ്മൂട്ടിക്കും മമ്മൂക്കയെ ഇഷ്ടപ്പെടുന്നവർക്കും ആശ്വസിക്കാം. അങ്ങനെ ഞാൻ പറയുന്നുള്ളൂ. നിങ്ങൾ ആലോചിച്ച് നോക്കിയാൽ മധു സാർ ഒരു പത്മശ്രീയിൽ ഒതുക്കുന്നേ. കാരണം കാല് പിടിക്കുന്നവനും അപ്പ കാണുന്നവനും അപ്പ എന്ന് വിളിക്കുന്നവർക്കൊക്കെ കൊടുക്കുള്ളൂ ഈ രാജ്യസ്നേഹ പുരസ്കാരം. അത് പോട്ടെ, ആട് ജീവിതത്തിൽ മെലിഞ്ഞെന്നോ താടി വെച്ചെന്നോ പറഞ്ഞ് അവാർഡ് കൊടുക്കാൻ പറ്റില്ല എന്നാണ് മേജറുടെ പുതിയ ഒരു ഡയലോഗ്. പുതിയ കാച്ചിലതാണ്. ശരീരം മെലിയിച്ച് കഥാപാത്രത്തിന് വേണ്ടി അഭിനയിച്ചു എന്നോ താടി വളർത്തിയെന്നോ പറഞ്ഞാൽ അവാർഡ് കൊടുക്കാൻ പറ്റില്ല. ഇയാൾ എങ്ങനെ സംവിധായകനായി എന്നാണ് ഞാൻ ആലോചിക്കുന്നത്. ആട് ജീവിതം എന്ന് പറഞ്ഞ പടത്തിൽ താടി വളർത്തിയതുകൊണ്ടും ശരീരം മെലിഞ്ഞതുകൊണ്ടാണോ പൃഥ്വിരാജ് നല്ല നടനാവേണ്ടത്? അയാൾ അങ്ങനെയാണോ ആ വേഷം ചെയ്തിരിക്കുന്നത്? കൊടുക്കാൻ പറ്റില്ല എന്ന് പറയാൻ ഈ മേജർ കേന്ദ്ര വാർത്താ പ്രക്ഷേപണ മന്ത്രിയല്ല. എങ്കിൽ ശരി, വാർത്താ പ്രക്ഷേപണ വകുപ്പ് മന്ത്രി എന്നുള്ള നിലയ്ക്ക് ആധികാരികമായി സാറേ സംസാരിക്കാം. NFDCയുടെ നാഷണൽ ഫിലിം ഡെവലപ്മെൻറ്റ് കോർപ്പറേഷൻ്റെ തലവനും അല്ല. അവാർഡ് നിർണയ ജൂറി ചെയർമാൻ പോയിട്ട് മെമ്പർ പോലും അല്ല. രാജ്യസഭയിലോ ലോക്സഭയിലോ ഒരു മെമ്പറും അല്ല ഇദ്ദേഹം. പക്ഷേ അവാർഡ് കൊടുക്കാൻ പറ്റില്ല എന്നൊക്കെ കക്ഷി ഉറപ്പിച്ച് പറയുന്നു. കാരണം ഈ അവാർഡ് കൊടുക്കുന്നത് അദ്ദേഹത്തിൻ്റെ കുടുംബത്തിൽ നിന്ന് എടുത്ത് കൊടുക്കും പോലെയാണ് അദ്ദേഹം പറയുന്നത്. നമ്മൾ നോക്കുമ്പോൾ ആട് ജീവിതം ആയിരിക്കും അത്രയും മികച്ചത്. അദ്ദേഹം പറയുക, നമ്മൾ കാണാത്ത പടങ്ങളും ആർട്ടിസ്റ്റുകളും ഇന്ത്യയിൽ വേറെ ഉണ്ടെന്നുള്ള രഹസ്യം നമ്മളെ ഈ മേജർ കണ്ടുപിടിച്ചിരിക്കുകയാണ്. അതുകൊണ്ടാണ് നിങ്ങൾക്ക് ഈ ആട് ജീവിതമാണ് മനോഹരമായ ഇന്ത്യയിൽ നിർമ്മിച്ച സിനിമ എന്ന് തോന്നുന്നതെന്നാണ് അദ്ദേഹം പറയുന്നത്. ഇവിടെ ഒരു കാര്യം പറയാം. ഇവിടെ മലയാള സിനിമയിൽ നിന്ന് മലയാളികൾ ചിലർ ജൂറി മെമ്പറായിട്ട് കേന്ദ്രത്തിലേക്ക് പോകുമ്പോൾ തന്നെ മലയാള സിനിമ ഇൻഡസ്ട്രി തീരുമാനിക്കും ഇയാൾ പോയിരിക്കുന്ന കാരണം ഒരൊറ്റ അവാർഡ് മലയാള സിനിമയ്ക്ക് കിട്ടില്ല എന്ന് ഉറപ്പായിരിക്കും കിട്ടില്ല. കാരണം മലയാളിക്ക് പേരോ പ്രശസ്തിയോ അവാർഡോ പുരസ്കാരമോ ഒന്നും കിട്ടരുത് എന്ന് വാശി പിടിക്കുന്ന ചില ബോറന്മാരുണ്ട്. ആ പട്ടികയിലേക്കാണ് ഇപ്പോൾ രാജ്യസ്നേഹം വഴിഞ്ഞൊഴുകുന്ന മേജർ നീങ്ങുന്നത് എന്ന് തോന്നുന്നു. 500 പടം അവിടെ എത്തുമ്പോൾ ചിലപ്പോൾ ആട് ജീവിതം നിലനിൽക്കണം എന്നില്ല. അവിടെ കേരള സ്റ്റോറിയൊക്കെ നിലനിൽക്കൂ എന്ന് പറയൂ മേജറെ. അങ്ങനെയല്ലേ മേജർ പറയേണ്ടത്? കേരള സ്റ്റോറി പോലെ കേരളത്തിനെ താറടിച്ച് കാണിക്കുന്ന, കേന്ദ്രം ഭരിക്കുന്നവർക്ക് സപ്പോർട്ട് ചെയ്യുന്ന കള്ളക്കഥകൾ ഉണ്ടാക്കുന്ന സിനിമകൾക്ക് ഞങ്ങൾ ഭരിക്കുമ്പോൾ അവാർഡ് കൊടുക്കുമെന്ന് തുറന്നു പറ. അതിന് പകരം 500 പടം എത്തിയപ്പോൾ അതിൽ ഏറ്റവും മോശമായി പോയി ആട് ജീവിതം എന്ന് പറയുന്നത് ഇയാൾ ജൂറി മെമ്പറല്ല. എങ്കിൽ ശരി, ഇയാൾ ജൂറി ചെയർമാനല്ല, അവാർഡ് നിർണയ സമിതിയെ രൂപീകരിച്ച ആളല്ല, വാർത്താ പ്രക്ഷേപണ വകുപ്പ് മന്ത്രിയല്ല. എന്തടിസ്ഥാനത്തിൽ ഈ മേജർ ഈ വാചകം അടിക്കുന്നു എന്ന് മനസ്സിലാവുന്നില്ല. നമ്മൾ എല്ലാം തികഞ്ഞവരാണെന്ന് വയ്ക്കുന്നതാണ് തെറ്റത്രേ. ബ്ലസ്സിയോ ബെന്യാമിനോ പൃഥ്വിരാജോ ഞങ്ങളെല്ലാം തികഞ്ഞവരാണെന്ന് പറഞ്ഞത് ഞാൻ കേട്ടിട്ടില്ല. ഇനി മേജർ കേട്ടോ എന്ന് എനിക്കറിയില്ല. കേരള സ്റ്റോറിയിൽ കേരളത്തെ അപമാനിച്ചു എന്ന് പറയുന്നവരോട് അതിലെവിടെ കേരളത്തെ അപമാനിച്ചു എന്ന് മേജർ തിരക്കുന്നു. എൻ്റെ പൊന്നു മേജറെ, സ്വന്തം അമ്മയുടെ മുലപ്പാലിനേക്കാൾ ചിലർക്ക് കണ്ടവൻ്റെ വീട്ടിലെ വേലക്കാരിയുടെ മുലപ്പാലായിരിക്കും ഇഷ്ടം. അതിന് കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. കേരള സ്റ്റോറിയിൽ കേരളത്തെ എവിടെ അപമാനിച്ചു എന്നാണ് ഈ മഹാൻ ചോദിക്കുന്നത്. ചിലർക്ക് അങ്ങനെയാണ് മേജറെ. മോൻ ചത്താലും വേണ്ടില്ല, മരുമകളുടെ താലി ഇടണം എന്ന് വിചാരിക്കുന്ന
ജനിച്ചു വളർന്ന നാട്ടിനെ എങ്ങനെ നാറ്റാം, എങ്ങനെ അധപതനത്തിലേക്ക് കൊണ്ടുപോകാമെന്ന് ആലോചിക്കുന്ന ബോറന്മാർ രാജ്യസ്നേഹം പറഞ്ഞിവിടെ നടക്കും. അതിലൊന്നാണ് താങ്കളെന്ന് പറയുന്നതിൽ എനിക്ക് വലിയ വിഷമമുണ്ട്. പക്ഷേ താങ്കൾ അത്തരം ഒരു ബോറനായിക്കൊണ്ടിരിക്കുകയാണ്. അടുത്ത കഥ. വിഷ തന്നില്ലേലും വേണ്ടില്ല, പട്ടിയെ വിട്ട് കടുപ്പിക്കരുതെന്ന് പണ്ട് പറയാറുണ്ട്. എന്നാലിവിടെ പട്ടിയെ വിട്ട് കടുപ്പിക്കുന്നവരാണ് കൂടുതൽ. പ്രത്യേകിച്ച് യൂട്യൂബർമാർ എന്ന് പറയുന്ന ഒരു വർഗം. നനച്ചിരിക്കാത്ത നേരത്താണല്ലോ നമ്മുടെ കലാഭവൻ നവാസിൻ്റെ മടക്കം. പറക്കമുറ്റാത്ത 3 കുട്ടികളും ജീവിച്ചു തുടങ്ങിയ ഒരു പെൺകുട്ടിയും അനാഥരായി. ഞങ്ങളൊക്കെ ഇവിടെയുണ്ട്, ആശ്വസിപ്പിക്കുവാൻ ധാരാളം പേര് കാണും. ഇങ്ങനെ പറഞ്ഞു, ഞങ്ങളൊക്കെ ഇവിടെ ഉണ്ടല്ലോ, ഞങ്ങൾ നോക്കിയോളാം എന്നൊക്കെ ആശ്വസിപ്പിക്കാൻ ഒരുപാട് പേര് കാണും. പക്ഷേ ഉപ്പിനോളം ഉപ്പിലിട്ടത് വരില്ല എന്ന് പണ്ടുള്ളവർ പറയും. പറയാമെന്നത്, യൂട്യൂബിൽ ഒരു വാർത്ത പരക്കുന്നു. നവാസിൻ്റെ കുടുംബത്തിന് 26 ലക്ഷം രൂപ ലൈഫ് ഇൻഷുറൻസ് കോർപ്പറേഷൻ നൽകി എന്നാണ് ഏതോ തലതിരിഞ്ഞ യൂട്യൂബർമാർ വച്ചലക്കുന്നത്. ജീവിതത്തിനൊപ്പവും ജീവിതത്തിന് ശേഷവും നിങ്ങളോടൊപ്പം എന്ന ടാഗ് ലൈനാണല്ലോ LIC ഉപയോഗിക്കുന്നത്. ഈ ടൈറ്റിൽ വെച്ചാണ് കലാഭവൻ നവാസിന് LIC 26 ലക്ഷം രൂപ നൽകിയെന്ന് സ്വപ്നത്തിൽ പോലും കാണാത്ത നുണ അടിച്ചു വിട്ടുകൊണ്ടേയിരിക്കുകയാണ്. 26 ലക്ഷം രൂപ ലൈഫ് ഇൻഷുറൻസ് കോർപ്പറേഷൻ നവാസിൻ്റെ കുടുംബത്തിന് നൽകിയെന്ന്. നവാസിൻ്റെ ജ്യേഷ്ഠൻ നിയാസ് പറയുന്നത്, ഞങ്ങളൊന്നിനും വയ്യാത്ത സാഹചര്യത്തിലാണ് ഇപ്പോൾ. ഇങ്ങനെയൊരു 26 ലക്ഷം ഞങ്ങൾക്ക് കിട്ടിയത് വാട്സാപ്പിലൂടെ മാത്രമാണ് ഞങ്ങൾ അറിഞ്ഞത്. ആരാണ് ഇത്തരമൊരു വാർത്ത പ്രചരിപ്പിക്കുന്നതെന്നോ, എന്തിനാണിങ്ങനെ ഒരു കള്ളവാർത്ത പ്രചരിപ്പിച്ച് എന്ത് നേടാനാണോ എന്നും നവാസിനടക്കം ആർക്കും അറിയില്ല. ആര് ചെയ്താലും വലിയൊരു ദ്രോഹമാണത്. നവാസിന് മോശമല്ലാത്ത തുക സിനിമയിൽ പലരും നൽകാനുണ്ട്. അവരെയൊക്കെ ബന്ധപ്പെട്ടപ്പോൾ തരാമെന്ന ഉറപ്പും കിട്ടിയതാണ്. 26 ലക്ഷം LIC കൊണ്ട് തന്നു എന്ന് വാർത്ത പുറത്ത് വരുമ്പോൾ തരാനുള്ളവർ ഒന്ന് ചവിട്ടുക സ്വാഭാവികമാണ്. ഇപ്പോൾ 26 ലക്ഷം കിട്ടിയില്ലേ, പതിയെ തരാമെന്ന് അവർക്ക് കരുതും. 10 പൈസയുടെ ഗതിയില്ലാതിരിക്കുമ്പോൾ ഇങ്ങനെയൊരു കള്ള വാർത്ത വന്നാൽ കിട്ടാനുള്ളത് കൂടി ഇല്ലാതെയാകും എന്നാണ് നിയാസ് പറയുന്നത്. സഹായിച്ചില്ലെങ്കിലും കുഴപ്പമില്ല, പട്ടിയെ വിട്ട് കടുപ്പിക്കാതിരുന്നാൽ മതി പ്ലീസ് എന്ന് മാത്രമേ ഇതിനെപ്പറ്റി പറയാനുള്ളൂ. അടുത്ത കഥ. ഒരു 2 ദിവസം മുമ്പ് ഞാൻ നമ്മുടെ സിനിമ നായിക താരം ലിസിയെ വിളിച്ചിരുന്നു. ഒരു ചെറിയ കാര്യം, ഒരു സംശയം ചോദിക്കാനാണ്. കൃത്യമായിട്ട് അതിൻ്റെ ഉത്തരം ലിസി പറയുകയും ചെയ്തു. സംസാരത്തിനിടയിൽ ലിസിയുടെ മകൾ, അല്ലെങ്കിൽ പ്രിയദർശൻ്റെ മകൾ കല്യാണി ലോക എന്ന് പറഞ്ഞ സിനിമയിൽ ഇപ്പോൾ കസറുകയാണല്ലോ, അതിനെപ്പറ്റി ഞാൻ സംസാരിച്ചു. പ്രിയദർശൻ്റെ മകൾ, ലിസിയുടെ മകൾ എന്നൊക്കെയുള്ള പരിചയപ്പെടുത്തലുകൾ ഇനി കല്യാണിക്ക് വേണ്ടി വരില്ല എന്ന് ഞാൻ പറഞ്ഞപ്പോൾ ലിസിയുടെ സന്തോഷം കേൾക്കണമായിരുന്നു. ഏതൊരമ്മയും സന്തോഷിക്കുന്നതിൻ്റെ 10 ഇരട്ടി സന്തോഷം ലിസിയിൽ നിന്നുണ്ടായി. ഏതൊക്കെയോ ദൈവങ്ങളെ ലിസി അപ്പോൾ വിളിക്കുന്നത് കേട്ടു ഫോണിലൂടെ. മലയാളി വേഷത്തിൽ മദ്രാസിലെ ഓണം ആഘോഷിച്ചതൊക്കെ സംസാരത്തിനിടയിൽ ഞങ്ങൾ തമ്മിൽ സംസാരിച്ചു. ഞാൻ പറഞ്ഞു, കലക്കി കേട്ടോ നിങ്ങൾ ഓണം എന്നൊക്കെ പറഞ്ഞപ്പോൾ അതിനെപ്പറ്റിയും കുറേ നേരം സംസാരിച്ചു. ഇപ്പോൾ ഇതൊക്കെ ഓർമ്മിപ്പിച്ചത് ഒരു പോസ്റ്റിൽ കല്യാണി പറയുന്ന കാര്യങ്ങൾ കണ്ടപ്പോഴാണ്. അമ്മയുടെ വിചാരം ഞാനാണ് ഇന്ത്യയിലെ ഏറ്റവും മികച്ച സൂപ്പർ സ്റ്റാർ എന്നാണ്. ഇൻസ്റ്റാഗ്രാമിലെ എൻ്റെ എല്ലാ ഫാൻ പേജുകളുടെ അടിയിലും ലിസി ലക്ഷ്മി ലൈക്ക് ചെയ്യുന്നത് കാണാം. അതായത് ലിസി ഹിന്ദുമതം സ്വീകരിച്ചപ്പോൾ ലക്ഷ്മി എന്ന് പേര് മാറ്റിയല്ലോ, ലിസി ലക്ഷ്മി. അപ്പോൾ കല്യാണിയെക്കുറിച്ച് എന്ത് വന്നാലും അതിൻ്റെ താഴെ ലിസി ലക്ഷ്മി ലൈക്ക് ചെയ്യും. അത് കണ്ട കല്യാണി അമ്മയോട് നേരിട്ട് ചോദിച്ചത്രേ, എന്തിനാണമ്മ വെറുതെ എല്ലാ പോസ്റ്റിലും ലൈക്ക് ചെയ്യുന്നത് എന്ന്. എൻ്റെ കൊച്ചിൻ്റെ ഫോട്ടോ ഞാൻ ലൈക്ക് ചെയ്തില്ലെങ്കിൽ വേറെ ആര് ലൈക്ക് ചെയ്യും എന്ന് നിഷ്കളങ്കമായി തിരിച്ച് ചോദിച്ചത്രേ ലിസിയോട് സംസാരിക്കുമ്പോഴൊക്കെ
അമ്മയുടെ അനാരോഗ്യം, പ്രായം, തൻ്റെ അധ്വാനം, മകൻ്റെ കുഞ്ഞിൻ്റെ നൂലുകെട്ട്, കല്യാണിയുടെ വിജയചിത്രം, ഇതൊക്കെ മാത്രമേ ലിസി എന്നോട് പറയാറുള്ളൂ. ഞാൻ അതേ ചോദിക്കാറുള്ളൂ. ഞാനൊരു ദിവസം ലിസിയോട് തുറന്ന് ചോദിച്ചു, ലിസിക്ക് എന്തെങ്കിലുമൊക്കെ മനസ്സ് തുറന്ന് സംസാരിക്കാനുണ്ടെങ്കിൽ ഞാൻ മദ്രാസിൽ വന്ന് ചിത്രീകരിക്കാം, അപ്പോൾ പറയാൻ ചേട്ടാ എന്നായിരുന്നു ലിസിയുടെ ഉത്തരം. അന്ന് രാത്രി ലിസി എനിക്കൊരു മെസ്സേജ് ഇട്ടു. എന്തിനാ ചേട്ടാ മറ്റുള്ളവരുടെ മനസ്സമാധാനം ഞാൻ കാരണം ഇല്ലാതാകുന്നത്? കുട്ടികൾ വലുതായില്ലേ, അവർക്കും പ്രയാസമാവും. വേണ്ട ചേട്ടാ, ക്യാമറ വച്ച് നമുക്ക് സംസാരിക്കണ്ട, അതല്ലേ ശരി എന്നാണ് ലിസി എനിക്കിട്ട മെസ്സേജ്. ഞാനും അതാണ് നല്ലത് ലിസി, ഇനി ലിസിക്ക് സംസാരിക്കാൻ ആളില്ല എന്ന് വേണ്ടാന്ന് വിചാരിച്ചാണ് ഞാൻ ചോദിച്ചത്. ഞാൻ പറഞ്ഞു അതാണ് ലിസി പറയുന്നതാണ് ശരി, നമുക്കങ്ങനെ ക്യാമറ വെച്ച് സംസാരിക്കണ്ട എന്ന് ഞാൻ പറഞ്ഞു. ഞാനൊരു സിനിമയിൽ പോലും ലിസിയോടൊപ്പം പ്രവർത്തിച്ചിട്ടില്ല. ലിസിയോടൊപ്പം പ്രവർത്തിച്ചിട്ടില്ല എന്ന് മാത്രമല്ല, ഞങ്ങൾ ഇന്ന് വരെ മുഖാമുഖം കണ്ടിട്ടേ ഇല്ല. ഫേസ് ടു ഫേസ് കാണാത്ത നല്ല സുഹൃത്തുക്കളാണ് ഞാൻ ലിസി. എന്നിട്ട് പോലും എനിക്ക് ലിസിയോട് ബഹുമാനമാണ്. ഒന്നുമില്ലായ്മയിൽ നിന്നും ലിസി കോടീശ്വരിയായി, 2 മക്കളെ വളർത്തി വലുതാക്കി. ഇന്നും 6-7 മണിക്കൂർ ജോലി ചെയ്ത് അന്തസ്സായി ജീവിക്കുന്നു. അതുമാത്രമല്ല, സഹജീവികളോട് സഹാനുഭൂതിയുള്ള ഒരു മനസ്സ് ഇന്നും ലിസി കെടാതെ സൂക്ഷിക്കുന്നു. സിനിമാക്കാരെന്നാൽ വന്ന വഴികൾ മറന്നു പോകുന്നവരാണല്ലോ. ലിസിക്ക് നല്ലത് വരണം എന്നാഗ്രഹിച്ച പ്രാർത്ഥിച്ച സുകുമാരി ചേച്ചിയും കൊച്ചിൻ അനീഫയുമൊക്കെ ജീവിച്ചിരുന്നെങ്കിൽ ഇക്കാലത്ത് ഒരുപാട് ഗുണം ചെയ്തേനെ ലിസിക്ക്. ഒരു കച്ചിത്തുരുമ്പ് പോലെ, ഒരാശ്രയം പോലെ വിളിക്കാവുന്ന ബന്ധങ്ങളായിരുന്നു കൊച്ചിൻ അനീഫയോടും സുകുമാരി ചേച്ചിയോടും ഒക്കെ ലിസിക്കുണ്ടായിരുന്നത്. എന്തായാലും ലിസിക്ക് സന്തോഷകാലമാണിപ്പോൾ. ലോകയിലൂടെ ഒരിരിപ്പിടം മോള് മലയാള സിനിമയിൽ കരസ്ഥമാക്കിയിരിക്കുന്നു. എനിക്ക് തോന്നുന്നു ലിസിയെ മറ്റ് ഭാഷക്കാർ തപ്പിക്കൊണ്ട് പോകുമെന്നാണ് എനിക്ക് തോന്നുന്നത്. ഒരു പാൻ ഇന്ത്യൻ നടിയായി ചിലപ്പോൾ ലിസി വളരാം, അല്ല കല്യാണി വളരാം. അങ്ങനെ ഉണ്ടാവട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. അടുത്തത് അതും യൂട്യൂബർമാരെ പറ്റിയാണ്. ഞാൻ യൂട്യൂബിലൂടെ യൂട്യൂബർമാരെ പറ്റിയാണ് കൂടുതലും പറയുന്നത്. കുടുംബം നീ തകർത്തില്ലേ, കുത്തിനു പിടിച്ച് വിജയുടെ മകനെ വീട്ടിൽ നിന്ന് ഇറക്കി വിട്ട് വിജയ്. ഇങ്ങനെ ഒരു ഹെഡിങ് വായിച്ചാൽ വായിക്കുന്നവർക്ക് എന്തു തോന്നും? അതായത് കുടുംബം നീ തകർത്തില്ലേ എന്ന് ചോദിക്കുന്ന വിജയോടായിരിക്കുമല്ലോ മകൻ. കുത്തിന് പിടിച്ചത് അപ്പോൾ വിജയായിരിക്കും. അച്ഛനെ മകൻ കുത്തിന് പിടിച്ചു, മകനെ കുത്തിന് പിടിച്ചതിൻ്റെ പേരിൽ അച്ഛൻ ഇറക്കി വിട്ടു. ഇങ്ങനെ നമ്മൾ വായിക്കുള്ളൂ അല്ലേ? ഇങ്ങനൊരു അടുത്ത കാലത്ത് ഒരു എന്താ പറയുക, വൈറസ് പോലെ പടർന്നു പോയ ഒരു ഹെഡിങ്ങാണ് ഞാൻ ഈ പറഞ്ഞത്. വിജയ്യെ മകൻ ജേസൺ അച്ഛൻ്റെ കുത്തിന് പിടിച്ചിട്ട് കുടുംബം നീ തകർത്തില്ലേ എന്ന് ചോദിച്ചെന്നും മകനെ വിജയ് അപ്പോൾ തന്നെ വീട്ടിൽ നിന്നും പുറത്താക്കിയെന്നും ആളുകൾ വിശ്വസിക്കുന്നുണ്ട്. ഒരുപാട് പേര് വിശ്വസിക്കുന്നുണ്ട്. എന്നെ വിളിച്ച് ചോദിക്കാറുണ്ട്, സാറേ അതിനെപ്പറ്റി ഇത് ചേർത്തത് വിജയുടെ കുടുംബം തകർന്നു സാറേ. ഏതൊരു നടിയുടെ പേര് പറഞ്ഞിട്ട് ആ നടിയുമായിട്ട് അവിഹിത ബന്ധം വിജയ്ക്ക് എന്നൊക്കെ പറഞ്ഞ് കേരളത്തിൽ ഇരുന്നുകൊണ്ട് പറയുകയാണ് വിജയുടെ കുടുംബത്തിലെ കാര്യങ്ങളൊക്കെ. തമിഴിൽ ഒരു സിനിമ യൂട്യൂബറുടെ പത്രപ്രവർത്തകൻ്റെ പേര് ചെഗുവേര എന്നാണ്. നല്ല പറ്റിയ പേരാണ് ഇട്ടിരിക്കുന്നത് കേട്ടോ. ഈ ചെഗുവേരയൊക്കെ കഴിഞ്ഞ ജന്മം എന്തെങ്കിലും പാവം ചെയ്ത് കാണും, അല്ലെങ്കിൽ ഇതുപോലുള്ളൊരു ബോറിന് അങ്ങനെ പേരിടുമോ? ഈ ചെഗുവേര പുറത്തു വിട്ടതാണ് വാർത്ത. വായിച്ചു വരുമ്പോൾ വിജയുടെ മനസാക്ഷി സൂക്ഷിപ്പുകാരനായ ജഗദീഷിൻ്റെ ഷട്ടിൽ പിടിച്ചിട്ടാണ് കുടുംബം നീ തകർത്തല്ലോ എന്ന് ജേസൻ ചോദിച്ചതെന്ന് നമ്മൾ അറിയുന്നത്. അതുവരെ വിജയരെ കുത്തിന് പിടിച്ചെന്നേ നമ്മൾ വിചാരിക്കുള്ളൂ. ജേസൺ സഞ്ജയ് ഒരു സിനിമ സംവിധാനം ചെയ്യുന്ന തിരക്കിലാണ് ഇപ്പോൾ. ഈ അഭിനവ ചെഗുവേര തന്നെയാണ് അതും പറയുന്നത്. സിനിമ സംവിധാനം ചെയ്യാൻ പോകുന്ന പ്രഖ്യാപന വേദിയിൽ വിജയിനെ കാണാത്തതിൽ നിന്നാണത്രേ ചെഗുവേര ഇങ്ങനെ കൂട്ടി വായിച്ചത്. അച്ഛൻ്റെ കുത്തിന് പിടിച്ചുകൊണ്ടാണ് അച്ഛൻ പൂജയ്ക്ക് വരാത്തത് എന്നൊക്കെ ചെഗുവേര അങ്ങ് ചിന്തിക്കുകയാണ്. പുറത്തു വരുന്ന വാർത്തകൾ ശരിയാണോ എന്ന് ആരാധകർ സംശയിക്കുകയാണത്രേ. എന്തൊരു ജേർണലിസം ചെഗുവേരയുടേതെന്ന് ഞാൻ പറയണ്ടല്ലോ. ഈ പോസ്റ്റിന് താഴെ ആരിഫ് തിരൂർ എന്ന മലയാളി ഇത് കുറിച്ചിട്ടുണ്ട്. നല്ല തിരക്കഥ. വിജയുടെ വീടിനടുത്താണ് ഞാൻ ജോലി ചെയ്യുന്നത്. 3 ഡേയ്സിന് മുന്നേ വിജയും ഭാര്യയും ഒരുമിച്ച് കാറിൽ പോകുന്നത് ഞാൻ കണ്ടിട്ടുണ്ട് എന്നാണ് ഇയാൾ എഴുതിയിരിക്കുന്നത്.
നവാസ് എന്ന പ്രേക്ഷകൻ എഴുതുന്നത് ജേസൺ സിനിമ ഷൂട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നു. വിജയ് പാർട്ടി സമ്മേളനങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്നു. അതിൽ ജനപങ്കാളിത്തം ഒരു രാഷ്ട്രീയക്കാരുടെ കളി പോലെയാണെന്നും ഇതുപോലെ പല കഥകളും ഇനിയും വരുമെന്നും 2026 തമിഴ്നാട് CM വിജയ് ആയിരിക്കുമെന്നുമൊക്കെയാണ് അദ്ദേഹം എഴുതിയിരിക്കുന്നത്. രസകരമായ ഒരു കമൻറ്റാണ് ഷാജി ഖാദർ എന്നയാൾ കുറിച്ചിരിക്കുന്നത്. വിജയ് മകനെ വീട്ടിൽ നിന്ന് ഇറക്കി വിട്ടു. ഇപ്പോൾ താമസിക്കുന്നത് പ്രധാനമന്ത്രി ആവാസ് യോജന വഴി കിട്ടിയ വീട്ടിലാണ്. പടം നിർമ്മിക്കുന്നത് പ്രധാനമന്ത്രി ഫിലിം യോജന കർ വാപ്പസി വഴിയാണ്. ഇങ്ങനെയാണ് ഒരാൾ എഴുതിയിരിക്കുന്നത്. ആര്? ഷാജി ഖാദർ എന്ന് പറഞ്ഞ ആൾ എഴുതിയിരിക്കുന്നത്. നീലേശ്വരത്തുകാരൻ ഹരികൃഷ്ണൻ പറയുന്നത് ചെഗുവേരയ്ക്ക് ഇതിൻ്റെ വല്ല കാര്യമുണ്ടോ? ബൊളീവിയൻ കാടുകളിലേക്ക് യുദ്ധം നടത്തി ജീവിച്ചാൽ പോരെ എന്നാണ് ചോദിക്കുന്നത്. അത് യഥാർത്ഥ ചെഗുവേരയുടെ അദ്ദേഹമാണ് ഈ ഗോസിപ്പ് വാർത്ത എഴുതിയിരിക്കുന്നത് എന്നുള്ള രീതിയിലാണ്. എന്തായാലും ഒന്ന് ഉറപ്പിക്കാം, മുഖ്യമന്ത്രി സ്റ്റാലിൻ്റെയും കേന്ദ്രത്തിൻ്റെയും ഒക്കെ ഉറക്കം കെടുന്ന കാഴ്ചകളാണ് ചെന്നൈയിൽ അനുദിനം നടക്കുന്നത്. വിജയ് നടത്തുന്ന സമ്മേളനങ്ങളിലൊക്കെ ജനപ്രളയമാണ്. എല്ലാ ADMKയും ഒന്നിക്കണം, ജയലളിതയുടെ തോഴി ശശികലയെ പോലും കൂടെ കൂട്ടണം എന്നൊക്കെ ഡൽഹിയിൽ നിന്നും നിർദ്ദേശം നൽകിയിരിക്കുന്നു ADMKയ്ക്ക്. ആളില്ലാ പാർട്ടികളായാലും എല്ലാവരെയും കൂടെ നിർത്തണം എന്നൊക്കെയാണ് നിർദ്ദേശം. ഒപ്പം തമിഴ്നാട് മുഖ്യമന്ത്രി സ്റ്റാലിന് എന്തൊക്കെ ആരോഗ്യ പ്രശ്നങ്ങളുമുണ്ട്. ഇതെല്ലാം വിജയ് എന്ന് പറയുന്ന നടന് ഗുണകരമാകാൻ സാധ്യതയുണ്ട്. അതിനിടയിലാണ് കുത്തിനു പിടിച്ച കഥയും കൊണ്ട് ചെഗുവേര ഇറങ്ങിയിരിക്കുന്നത്. അടുത്ത കഥ, പ്രതികരണശേഷിയുള്ള പെണ്ണുങ്ങളെ സത്യം പറയുകയാണ് എനിക്കിഷ്ടമാണ്, ബഹുമാനമാണ്. പ്രതികരിക്കണം, ആണുങ്ങളെപ്പോലെ തന്നെ പ്രതികരിക്കണം പെണ്ണുങ്ങൾ എന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ. സുശീല ഗോപാലിനടക്കം എൻ്റെ പാർട്ടിയിലെ പെൺ നേതാക്കളെക്കാൾ ഞാൻ ഏറെ ബഹുമാനിച്ചിരുന്ന സഖാവായിരുന്നു KR ഗൗരിയമ്മ. അവർ അനുഭവിച്ച ത്യാഗം, അവരുടെ ധീരത, ഒരു സഖാവിന് വേണ്ട വിൽ പവർ, കാര്യശേഷി ഒക്കെ ബഹുമാനം അർഹിക്കുന്ന തരത്തിലായിരുന്നു. താൻ പോരുമ കാണിച്ച് പാർട്ടിയിൽ നിന്ന് നിർബന്ധിച്ച് അച്ചടക്ക നടപടി നേരിട്ട് പാർട്ടി വിട്ടപ്പോഴും MV രാഘവനോട് ഉണ്ടായിരുന്നതിനേക്കാൾ ബഹുമാനം എനിക്ക് ഗൗരിയമ്മയോടുണ്ടായിരുന്നു. പിന്നെ ഗൗരിയമ്മയെ കാണുന്നത് കരുണാകരൻ കൊടുത്ത ഗുരുവായൂരപ്പൻ്റെ പട്ടു ഓണം വാങ്ങി ഭക്തയാകുന്നതും സ്വന്തമായി ഉണ്ടാക്കിയ പാർട്ടി SNDPയുടെ പോഷക പാർട്ടിയാക്കുന്നതും സഖാവ് EMSനെ അടക്കം മാന്യമല്ലാത്ത ഭാഷയിൽ ശകാരിക്കുന്നതും കാണുന്നവരോടൊക്കെ VSനോട് അടക്കം വഴക്കിടാനും ശ്രമിക്കുന്നതാണ്. അവിടെ സഖാവ് ഗൗരിയമ്മ എൻ്റെ മനസ്സിൽ സത്യം പറഞ്ഞാൽ കെട്ടുപോയി. ഉർവശി എന്ന അഭിനേത്രിക്ക് വ്യക്തി എന്ന നിലയ്ക്ക് പാസ് മാർക്ക് പോലും ഞാൻ കൊടുക്കില്ല. എന്നാൽ ഒരു അഭിനേത്രി എന്ന നിലയ്ക്ക് മഞ്ജു വാര്യർക്കൊക്കെ ഒരുപാട് മുകളിലാണ് ഉർവശി എന്ന് ഞാൻ പറയും. ശരിയോ തെറ്റോ എന്ന് നിങ്ങൾക്ക് തീരുമാനിക്കാം. ഒരു വ്യക്തി എന്നുള്ള നിലയ്ക്ക് ഞാൻ അവർക്ക് എന്താ പറയുക, പാസ് മാർക്ക് കൊടുക്കില്ല. അത് ഒരുപാട് കാരണങ്ങളുണ്ട്. ഇവിടെ അടൂരും ഷാജിയും TV ചന്ദ്രനും ഒക്കെ എന്തുകൊണ്ട് ഉർവശിയെ മനസ്സിലാക്കിയില്ല എന്ന് ഞാൻ പലപ്പോഴും ചിന്തിക്കാറുണ്ട്. ശ്യാമപ്രസാദിനെയും ജയരാജിനെയും പോലുള്ളവരും ഉർവശിയുടെ റേഞ്ച് മനസ്സിലാക്കാത്തത് എന്താവും എന്നും ഞാൻ കരുതാറുണ്ട്, ചിന്തിക്കാറുണ്ട്. പറയാൻ വന്നത് അതല്ല. കഴിഞ്ഞ വർഷത്തെ ദേശീയ അവാർഡിൽ സഹനടിക്കുള്ള പുരസ്കാരം ഉർവശിക്കായിരുന്നല്ലോ. ഉള്ളൊഴുക്ക് എന്ന് പറഞ്ഞ പടത്തിൽ അഭിനയിച്ചതിന് നല്ല നടിക്കുള്ള അവാർഡ് സത്യത്തിൽ ഉർവശിക്ക് ലഭിക്കേണ്ടതായിരുന്നു. അതിനെ ഉർവശി ചോദ്യം ചെയ്തപ്പോഴും ഒരു ന്യായവും കൗതുകവും എനിക്ക് തോന്നിയിരുന്നു. അവിടമെല്ലാം കഴിഞ്ഞ് ഉർവശി ഇപ്പോൾ ഒരു മേജർ രവി കളിക്കുന്ന തലത്തിലായി. ഞാൻ വിളിച്ചാൽ WCC അംഗങ്ങൾ അമ്മയിലേക്ക് കടന്നു വരുമത്രേ. അമ്മയിലെ ഒരു സാധാ അംഗമായ ഉർവശിയാര അമ്മയിൽ WCC എത്തിക്കാനെന്ന് അവർ ചിന്തിക്കുന്നില്ല. അതാണ് പ്രശ്നം. അതിനവിടെ ജയിച്ച് വന്നവരുണ്ടല്ലോ മാഡം എന്നാണ് എനിക്ക് പറയാനുള്ളത്. വച്ചാലക്കുകയാണ്. ഞാനൊരു വാക്ക് വിളിച്ചാൽ മതി, WCCക്കാരെ കയറി വാ, ഗോഡ് ഫാദറിൽ കയറി വാടാ മക്കളെ എന്ന് 500 വിളിക്കും പോലെ ഞാൻ വിളിച്ചാൽ അപ്പോൾ WCC കയറി വരും എന്നൊക്കെ. എന്തിനാണ് ഇങ്ങനത്തെ വങ്കത്തരങ്ങൾ പറയുന്നതെന്ന് എനിക്ക് മനസ്സിലാവത്തില്ല. അല്ലെങ്കിൽ ഉർവശി മത്സരിക്കണമായിരുന്നു.
ഉർവശി പ്രസിഡൻ്റായും ജഗദീഷ് ജനറൽ സെക്രട്ടറിയുമായിട്ടും അല്ലെങ്കിൽ ഉർവശി ജനറൽ സെക്രട്ടറിയും ജഗദീഷ് പ്രസിഡൻറ്റുമായിട്ട് മത്സരിക്കുമെന്നൊക്കെ ഒരു കിംവദന്തി വന്നിരുന്നു. അങ്ങനെ മത്സരിച്ച് ജയിക്കണമായിരുന്നു. ഈ 506 പേരിൽ നിന്ന് ഭൂരിപക്ഷം നേടി നിങ്ങൾ പ്രസിഡൻറ്റോ ജനറൽ സെക്രട്ടറി ആയ ശേഷം പറഞ്ഞാൽ മനസ്സിലാക്കാം. പുറത്ത് നിൽക്കുന്ന നിങ്ങൾ ഒരു സാധാ മെമ്പർ മാത്രമായ നിങ്ങൾ WCCക്കാരെ വരൂ, ഇങ്ങോട്ട് കയറിക്കോളൂ, അമ്മയിൽ ഞാൻ അങ്ങോട്ടും തരാം എന്ന് പറയാൻ എന്താ അവകാശം? വിടുവായി തന്നെ പറയരുത് ഉർവശി ഇങ്ങനെയൊന്നും. അടുത്തത് കുറച്ച് തമാശയും കുറച്ച് സീരിയസുമായിട്ട് തോന്നാം. 37 വയസ്സുകാരിയാണ് സീരിയൽ നടിയായ കൃഷ്ണപ്രഭ. 37 വയസ്സുണ്ട് അവർക്ക്. അവർ തന്നെ തുറന്ന് പറയുന്നു. ഇപ്പോഴും അവർ സിംഗിളാണത്രേ. വിവാഹം കഴിക്കാൻ ആഗ്രഹം ഇല്ലാത്തതിനാണത്രേ സിംഗിളായി ജീവിതം. തനിക്ക് വിവാഹം കഴിക്കാൻ ആഗ്രഹമില്ല എന്ന് അറിയാവുന്നതിനാൽ അമ്മ അക്കാര്യത്തിൽ തന്നെ നിർബന്ധിക്കാറുമില്ലത്രേ. വിവാഹം വേണ്ടാന്ന് വയ്ക്കാൻ പ്രധാന കാരണം ഇപ്പോൾ കണ്ടുവരുന്ന വിവാഹം കഴിച്ച് ജീവിക്കുന്ന ഭാര്യ ഭർത്താക്കന്മാരെന്ന് പറഞ്ഞാൽ എല്ലാം ഒരു അഡ്ജസ്റ്റ്മെൻറ്റ് ജീവിതമാണെന്നാണ് കൃഷ്ണപ്രഭ പറയുന്നത്. അങ്ങനെ ഒരാളാകേണ്ട അല്ല എൻ്റെ ജീവിതം എന്ന പക്ഷക്കാരിയാണ് കൃഷ്ണപ്രഭ. അല്ലെങ്കിൽ നമുക്ക് പറ്റിയ ഒരു പങ്കാളിയെ കിട്ടണം. തൻ്റെ അറിവിൽ പലരും വിവാഹ ശേഷം സന്തോഷത്തോടെ അല്ല ജീവിക്കുന്നത്. പലരും സിനിമയിലുള്ള അഭിനയിക്കുന്നതിനേക്കാൾ നന്നായി ജീവിതത്തിൽ അഭിനയിക്കുന്നു എന്നാണ് കൃഷ്ണപ്രഭ പറയുന്നത്. അതിൽ യാഥാർത്ഥ്യമുണ്ട് കേട്ടോ. സിനിമയിൽ അഭിനയിക്കുന്ന അല്ലെങ്കിൽ സീരിയലിൽ അഭിനയിക്കുന്നതിനേക്കാൾ കുടുംബിനികളായി അഭിനയിക്കുന്ന ഒരുപാട് പേരുണ്ട്. അതുകൊണ്ട് വിവാഹത്തിൻ്റെ ആവശ്യമുണ്ടെന്ന് കൃഷ്ണപ്രഭയ്ക്ക് തോന്നിയില്ല. ചേട്ടൻ ഉണ്ണികൃഷ്ണനും അവിവാഹിതനാണ്, തന്നേക്കാൾ 10 വയസ്സ് മൂത്തവൻ. അപ്പോൾ ഉണ്ണികൃഷ്ണന് 47 വയസ്സ് കഴിഞ്ഞു. ഇനി ഒരു പെണ്ണിനെ ശല്യപ്പെടുത്താതിരിക്കുന്നത് തന്നെയാണ് നല്ലത്. അമ്മയും ഞാനും ചേട്ടനും സന്തോഷവും സമാധാനവുമായി ജീവിക്കുന്നു. കൃഷ്ണപ്രഭയുടെ കാഴ്ചപ്പാട് നല്ലതാണ്. ഒരു പുരുഷൻ്റെ മനസ്സുഖം കൂടി കളയാതിരിക്കുകയും ചെയ്യാം. പാറിപ്പറന്ന് കൃഷ്ണപ്രഭയ്ക്ക് ജീവിക്കുകയും ചെയ്യാം. ഒരു സീരിയൽ നടിയുടെ കുടുംബം കോഞ്ഞാട്ടായ ഒരു കഥ വേണമെങ്കിൽ ഞാനിവിടെ പറയാം. അവരുടെ ഭർത്താവ് ഗൾഫിലാണ്. ഭാര്യ സീരിയലിൽ മോശമല്ലാത്ത തിരക്കുള്ള അഭിനയിക്കുന്ന നടിയാണ്. അഭിനയം മാത്രമല്ല, ഒരു സീരിയൽ നിർമ്മിക്കുന്ന മുതലാളിയുമായിട്ട് എല്ലാം ഉണ്ട്. മുതലാളിക്ക് വേറെ ഈ സീരിയൽ നിർമ്മാണം അല്ലാതെ വേറെ ചില പരിപാടികൾ മുതലാളിക്കും ഉണ്ട്. അത് അയാൾ രഹസ്യമായിട്ടൊന്നും വയ്ക്കാറില്ല. കാവടിയാട്ടത്തിൽ ജഗതി പറയും പോലെ തന്നെ, അല്ല എഴുന്നള്ളത്തിൽ ജഗതി പറയും പോലെ തന്നെ അന്തസ്സായിട്ടാണ് പറയുന്നത്. എനിക്കുള്ള മറ്റ് പരിപാടികളെക്കുറിച്ച് അയാൾ എന്നോട് സംസാരിച്ചിട്ടുണ്ട്. സ്വന്തം സീരിയൽ ഓരോ ദിവസവും വേഗം പാക്കപ്പ് ആവണേ എന്ന് പ്രാർത്ഥിക്കുന്ന മുതലാളിയാണ്. എല്ലാവരും 9 എന്നുള്ള 10 വരെ ആയാൽ 1 മണിക്കൂറോടെ ഷൂട്ട് ചെയ്താൽ കുറച്ചുകൂടെ ഫുട്ടേജ് കിട്ടുമെന്ന് ആഗ്രഹിക്കുമ്പോൾ ഇയാൾ വിചാരിക്കുന്നത് പണ്ടടങ്ങാൻ മണി 7 8 നിർത്തണേ എന്ന് പ്രാർത്ഥിക്കുന്ന മുതലാളിയായിരുന്നു. പറയാൻ വിട്ടു, മുതലാളി എന്ന് പറഞ്ഞാൽ മുതുകിളവനൊന്നുമല്ല, നല്ല ചുള്ളം പയ്യനാണ് മുതലാളി. സംവിധായകൻ പാക്കപ്പ് എന്ന് പറഞ്ഞാൽ മുതലാളി പയ്യൻ ലോണിലെടുത്ത് ലോണ് മുടങ്ങി CC കാർ പൊക്കാൻ തക്കം പറത്ത് നടക്കുന്ന കാറിലേക്ക് ആ സീരിയലിലെ നായിക ചാടിക്കയറും. മുതലാളി പയ്യൻ അവളെയും കൊണ്ട് പറക്കും എങ്ങോട്ടൊന്നില്ലാതെ. ഒരു നാൾ നായികയ്ക്കൊരു അക്കടി പറ്റി. വിളിച്ചു പറയാതെ ഗൾഫിലുള്ള കെട്ടിയോൻ ഭാര്യയ്ക്ക് സർപ്രൈസ് കൊടുക്കാനായിട്ട് ഗൾഫിൽ നിന്ന് പറന്നിറങ്ങി. സീരിയലുകാർ ഒരു കാലത്ത് സ്ഥിരം താമസമാക്കിയിരുന്ന ഹോട്ടലിലെത്തി കെട്ടിയവൻ. ഹോട്ടലിൻ്റെ പേരോ അതിൻ്റെ ഒരു പശ്ചാത്തലമോ പറഞ്ഞാൽ നിങ്ങൾക്ക് പെട്ടെന്ന് പിടികിട്ടും, അതുകൊണ്ട് ഞാൻ പറയുന്നില്ല. സീരിയലുകാരുടെ തമ്പടിച്ചിരുന്ന ഒരു ഹോട്ടലാണ്. അപ്പോൾ അവിടെ എത്തി കെട്ടിയവൻ പെട്ടിയും കിടക്കുകയൊക്കെ ആയിട്ട് പെട്ടിയും പാണ്ടമൊക്കെ ഇറക്കി വെച്ചിട്ട് കെട്ടിയോളുടെ മുറിയുടെ താക്കോല് വാങ്ങിച്ച് എല്ലാം അവിടെ കയറ്റി വെച്ചു. റിസപ്ഷനിൽ ഒന്നുകൂടി വന്നു. കെട്ടിയവൻ പറയുക, വന്ന വിവരം എൻ്റെ ഭാര്യയായ നടി വിളിക്കുകയാണെങ്കിൽ പറയണ്ട. താക്കോല് ചോദിക്കുമ്പോൾ റൂം ക്ലീൻ ചെയ്യാൻ കൊടുത്ത ശേഷം കാറ്റ് കിടക്കട്ടെ എന്ന് വിചാരിച്ച് പൂട്ടാതെ ഇട്ടിരിക്കുകയാണെന്ന് നിങ്ങൾ പറഞ്ഞാൽ മതി. എന്നിട്ട് അയാൾ ഒരു 4-5 ഗൾഫിൽ നിന്ന് കൊണ്ടുവന്ന് 5-6 മുട്ടായി എടുത്ത് റിസപ്ഷനിസ്റ്റിന് കൊടുത്തപ്പോൾ അയാൾക്ക് സന്തോഷമായി, ഹാപ്പിയായി.
രാത്രി ഒരു 9 മണിയാകും മുമ്പേ പാക്കപ്പ് പറയുന്ന സെറ്റാണെന്ന് ഞാൻ നേരത്തെ പറഞ്ഞല്ലോ. മുതലാളിക്ക് നായിയും കൊണ്ട് പോകണ്ടേ. 9:30 ആയപ്പോൾ ടെൻഷൻ കയറിയ കെട്ടിയോളെ വിളിച്ചു. മോളെ, ഷൂട്ടിംഗ് കഴിഞ്ഞോ മോളെ എന്ന് ചോദിച്ചു. ഇല്ല ചേട്ടാ, ഇന്ന് അല്പം ലേറ്റാവും, ഈ ലൊക്കേഷൻ ഇന്ന് തീർക്കണം. ഓക്കെ. കെട്ടിയൻ ഫോൺ കട്ട് ചെയ്തു. 1 മണിക്കൂറുടെ കഴിഞ്ഞു, 10:30 ആയി. വീണ്ടും വിളിച്ചു. കഴിഞ്ഞോ മോളെ? സീരിയൽ മുതലാളി അപ്പോൾ കാർ ഓടിക്കുകയാണ്. അയാളുടെ നെഞ്ചിൽ ചൂട് പറ്റി കിടക്കുകയാണ് നായിക. അങ്ങനെ കിടന്നുകൊണ്ടിരുന്ന നായിക പറഞ്ഞു, ഇനി 2 ഷോട്ട് കൂടിയേ ഉള്ളൂ ചേട്ടാ, ഇപ്പം കഴിയും ചക്കരെ. ഫോൺ കട്ടായി. മണി 11:30 ആയി. നിറമുള്ള സ്വപ്നങ്ങൾ കണ്ട് പറന്നു വന്ന കെട്ടിയോൻ വീണ്ടും വിളിച്ചു. മോളെ, നീ എവിടെ എത്തി? ഞാൻ റൂമിലെത്തി ചക്കരെ. കുളിച്ചു, ആഹാരം കഴിക്കാൻ ടിഫിൻ പാത്രങ്ങൾ തുറന്നു വെച്ചപ്പോഴാണ് മുത്തിൻ്റെ വിളി എന്ന് പറഞ്ഞു. അവൾ താമസിക്കേണ്ട റൂമിലിരിക്കുകയാണേ. അപ്പോഴാണ് പറഞ്ഞത്, ഞാൻ ഇപ്പോഴേ എത്തി, കുളിച്ച് പുതിയ ഡ്രസ്സൊക്കെ ഇട്ട് ഞാൻ ടിഫിൻ ക്യാരിയർ ഇങ്ങനെ തുറക്കാൻ പോയപ്പോഴാണ് മുത്ത് എന്നെ വിളിച്ചത് എന്നാണ് പറയണത്. ശരിക്കും പറഞ്ഞാൽ കെട്ടിയോൻ ഞെട്ടിപ്പോയി. കാരണം സർപ്രൈസ് കൊടുത്തിട്ട് കെട്ടിയോളുമായി കഴിക്കാനുള്ള ടിഫിൻ പാത്രം അയാളെടുത്ത് അകത്ത് വെച്ചു. പുറത്ത് കൊണ്ട് വെച്ചേക്കുമല്ലോ, അതെടുത്ത് അകത്ത് വെച്ചു. അത് ഇയാളുടെ മുന്നിലിരിക്കുക ഈ വർത്തമാനം പറയുമ്പോൾ. ആ ടിഫിൻ ക്യാരിയറിൽ നിന്ന് കഴിച്ചുകൊണ്ടിരിക്കുകയാണെന്നാണ് പെമ്പറന്നാർ പറയുന്നത്. ഇഞ്ചി അടിച്ച കുരങ്ങനെ പോലെ ആ ഹതഭാഗ്യനായ ഭർത്താവ് ഉദ്യോഗസ്ഥൻ അവിടെ ഇരുന്നുറങ്ങി. നേരം വെളുത്തു. ഹോട്ടലിന് മുന്നിൽ കാമുകൻ കൊണ്ടുവിട്ട നായിക ചാടിക്കയറി റിസപ്ഷനിൽ വന്ന് ചാവിക്കായി കൈ നീട്ടി. മുറിയിൽ സർപ്രൈസ് തരാൻ ഒരാൾ കാത്തിരിപ്പുണ്ട്, കീ വേണ്ട, മുറി തുറന്ന് തന്നെ കിടക്കണം, അതിനകത്തൊരാളുണ്ട് എന്ന് പറഞ്ഞു. ശങ്കയോടെ നായിക കയറി ചെല്ലുമ്പോൾ എവിടെയോ പോകാൻ എന്തോ തീരുമാനിച്ചുറപ്പിച്ചതുപോലെ കെട്ടിയോൻ ഇരിപ്പുണ്ട്. കയറി ഉടൻ തന്നെ ഈ ക്യാമറയ്ക്ക് മുന്നിൽ അഭിനയിക്കുന്നതിനേക്കാൾ മനോഹരമായിട്ട് ചേട്ടനെ പറ്റിച്ചേ എന്ന് പറഞ്ഞിട്ട് അയാളെ പൂണ്ടടങ്ങ് കയറി പിടിച്ചു. ബാക്കി പറയാനുള്ള സമയം കൊടുത്തില്ല. അതിന് മുമ്പേ പടയെന്ന് ഒരു 10 അടി ചേട്ടത് അടിച്ചു കൊടുത്ത് എവിടെയൊക്കെ ഇട്ട് ചവിട്ടിയും കൊടുത്തു. എന്നിട്ട് അയാൾ ഇറങ്ങിപ്പോയി. അവിടെ ആ നടിയും ചക്കരിയായിട്ടുള്ള ദാമ്പത്യ ജീവിതം തീർത്തു. ഇങ്ങനെയൊക്കെയുള്ള ലോകത്ത് കൃഷ്ണപ്രഭ പറഞ്ഞതുപോലെ അഭിനയിക്കാനായിട്ട് ജീവിതത്തിൽ അഭിനയിക്കാതിരിക്കുന്നത് തന്നെയാണ് നല്ലത്. കെട്ടാത്തത് നന്നായി എന്ന് ഞാൻ പറയും. ഒരു കഥ കൂടി പറഞ്ഞ് അവസാനിപ്പിക്കാം. നമ്മുടെ സനൽകുമാർ ശശിധരൻ നമ്മൾ എത്ര എപ്പിസോഡ് ചെയ്തു നിങ്ങൾ ആലോചിച്ചു. ആറ്റിലേക്ക് അച്യുതാ ചാടല്ലേ എന്ന് പറഞ്ഞ കിടക്ക് നമ്മുടെ ചാനലിൽ തന്നെ പലവട്ടം സംവിധായകൻ സനൽകുമാർ ശശിധരനോട് പറഞ്ഞതാണ്, കമ്മ്യൂണിസ്റ്റുകാർ ഭരിക്കുന്നതിനാൽ പോലീസുകാരെ വെല്ലുവിളിക്കരുതെന്ന്. സനൽ കളകറഞ്ഞ കോൺഗ്രസ്സുകാരനാണ്, കോൺഗ്രസ് ഭക്തനാണ്. എന്നെങ്കിലും ഇനി കോൺഗ്രസ്സിന് കേരള ഭരണം കിട്ടിയാൽ ഒരുപക്ഷെ ചലച്ചിത്ര അക്കാദമിയുടെ തലവനാകേണ്ടതുവരെ സനൽകുമാർ ശശിധരനായിരിക്കും. പക്ഷെ പറഞ്ഞിട്ടത് കാര്യം, അമേരിക്കയിലെ നീണ്ടകാല പൊറുതി അവസാനിപ്പിച്ച് മുംബൈയിൽ വന്നിറങ്ങി വന്ന വിമാനത്തിൻ്റെ ഫോട്ടോയൊക്കെ എടുത്ത് ഫേസ്ബുക്കിലിട്ട് ഞാൻ നാളെ കേരളത്തിൽ തിരിച്ചെത്തും, തിരുവനന്തപുരം എയർപോർട്ടിലായിരിക്കും വരുന്നതെന്ന് ഒക്കെ മെസ്സേജ് വിട്ടു. ബന്ധുക്കളെയോ പഴയ സുഹൃത്തുക്കളെയോ ഒന്നും ബുദ്ധിമുട്ടിക്കാൻ ആഗ്രഹിക്കുന്നില്ല എന്നും കേരളത്തിൽ എനിക്കിപ്പോൾ വീടും വിലാസവും ഒന്നും ഇല്ല എന്നും അതുകൊണ്ട് തന്നെ സെക്രട്ടേറിയറ്റിൻ്റെ മുന്നിലെ ഫുട്പാത്തിൽ നിരനിരയായി സമരം ചെയ്യാനായി കിടക്കുന്നവർക്കൊപ്പം കിടക്കാനാണ് എൻ്റെ ആലോചനയെന്നും എന്നെ തല്ലാനും കൊല്ലാനും നടക്കുന്നവർക്കും ലുക്കൗട്ട് നോട്ടീസുമായി നട്ടം തിരിയുന്ന കേരള പോലീസിനും സ്വാഗതം എന്നൊക്കെയുള്ള ഒരു പോസ്റ്റും കൂടി കാച്ചി സനൽകുമാർ ശശിധരൻ. വളരെ സിമ്പിളാണ് കാര്യങ്ങളെന്ന് പുള്ളി വിചാരിച്ചു. തല്ലാനും കൊല്ലാനും നടക്കുന്നവർ വെല്ലുവിളി ഏറ്റെടുത്തില്ല എങ്കിലും കേരള പോലീസ് സംഗതി ഏറ്റെടുത്തു. മുംബൈ എയർപോർട്ടിൽ സനൽകുമാർ സാറിനെ ലുക്കൗട്ട് നോട്ടീസ് കൊടുത്തിട്ടുള്ളതുകൊണ്ട് തടഞ്ഞു വെച്ചു. കേരള പോലീസിനെ വിവരം അറിയിച്ചു. സാറിനെ സ്വീകരിച്ച് കൊണ്ടുവരാൻ ഞങ്ങൾ വരുന്നുണ്ട് എന്ന് കേരള പോലീസ് അറിയിച്ചു. അതുവരെ സനൽകുമാർ സാറിനെ സഹാർ പോലീസ് സ്റ്റേഷനിലെ ഉള്ള സൗകര്യത്തിൽ കഴിയാൻ എയർപോർട്ടിൽ നിന്ന് കൊണ്ടുപോയി. എളമക്കര CI ഹരികൃഷ്ണനും സംഘവുമാണ് ഫ്ലൈറ്റ് പിടിച്ച് മുംബൈക്ക് പോകുന്നതത്രേ സനൽകുമാർ ശശിധരൻ സാറിനെ സ്വീകരിച്ച് എളമക്കരയിൽ എത്തിക്കാനായിട്ട്. പ്രണയം പറഞ്ഞ് ശല്യം ചെയ്തു എന്ന കേസാണ് തനിക്കെതിരെ ഇതുവരെ ഉള്ളത്. അതിന് ഫ്ലൈറ്റ് ബുക്ക് ചെയ്ത്
ഒരു സംഘം വരണോ എന്നൊക്കെയാണ് സനൽകുമാർ ചോദിക്കുന്നത്. വിളിച്ചാൽ വരാത്തവളെ അല്ലെങ്കിൽ വരാത്തയാളെ പിന്നെ എങ്ങനെയാണ് സ്റ്റേഷനിലും കോടതിയിലുമൊക്കെ എത്തിക്കുന്നതെന്ന് സനൽകുമാർ തന്നെ പറയേണ്ടതാണ്. കാരണം ഇവിടെ നിങ്ങൾ കേട്ടിരിക്കുമല്ലോ ഒരു ഓഡിയോ, ഒരു CI വിളിക്കുന്നത്, എനിക്ക് വരാകില്ല, തനിക്ക് ഞാനുള്ള ചെയ്യുമെന്നൊക്കെ പറഞ്ഞിട്ട് സംസാരിക്കുന്ന കേട്ടില്ല. അമേരിക്കയിലായതുകൊണ്ട് പിടിക്കില്ല എന്ന് വിചാരിച്ചു. ഞാൻ പ്രണയിക്കുന്ന നടി ഒരു പക്ഷേ എൻ്റെ മരണം കാണാനിരിക്കുകയാണെന്നും അവളെ കിട്ടാഞ്ഞതിനാൽ ഇന്ന് ഞാൻ അവളുടെ അമ്മയെയും സഹോദരനെയും വിളിച്ചു എന്ന് അദ്ദേഹം സംസാരിച്ചു. എന്നാണ് ഇത്ര വലിയ ശല്യം എൻ്റെ ഭാഗത്തു നിന്ന് ഉണ്ടായതെന്ന് അവരെങ്കിലും പറയണമല്ലോ എന്നൊക്കെ സനൽകുമാർ എഴുതിയിരിക്കുന്നു. സത്യമായിട്ട് സനൽകുമാറെ, ആ മധു വാര്യരുടെ സ്ഥാനത്ത് ഞാനായിരുന്നെങ്കിൽ നിൻ്റെ നട്ടല് ചവിട്ടി ഓടിച്ചനെ. ആ പാവ സാധു സ്ത്രീയായ ആ അമ്മയെ നിങ്ങൾ എന്തിനാണ് ഇങ്ങനെ ശല്യം ചെയ്തത്? മുമ്പൊരിക്കൽ എറണാകുളത്തുള്ള 2 പേങ്ങന്മാർ, 2 കിഴങ്ങന്മാരുണ്ടല്ലോ, തിയേറ്ററിൻ്റെ ഇടയിൽ കിടന്ന് ഞഞ്ഞ പറയണേ. അതിലൊരുത്തൻ ഈ പറഞ്ഞ നടിയുടെ അച്ഛനെ വിളിച്ചിട്ട് പറയുക, ചേച്ചിയെ എനിക്ക് കെട്ടിത്തരുമെന്ന്. ചേച്ചിയെ കെട്ടിത്തരുമെന്ന് ആലോചിച്ചേ, ഇവനേക്കാൾ പ്രായമുള്ള ചേച്ചിയെ കെട്ടിത്തരുമെന്ന്. ആ മരിച്ചുപോയ ആ അച്ഛൻ ഒരു മാന്യനായതുകൊണ്ട് അദ്ദേഹം പറഞ്ഞു, ഇനി അവൾ കല്യാണമൊന്നും കഴിക്കുന്നില്ല, അവൾ സ്വസ്ഥമായി ജീവിക്കട്ടെ, ശല്യപ്പെടുത്തരുത് ഇനി കേട്ടോ മോനെ, ഇനി വിളിക്കരുതേ എന്നൊക്കെ പറഞ്ഞു വെച്ചു. അതുപോലെ ആയിരിക്കണം ഈ വൃത്തികെട്ടവൻ ബോംബെ എയർപോർട്ടിൽ നിന്നോ അമേരിക്കയിൽ നിന്നോ എവിടുന്നോ ഈ നടിയെ ഫോണിൽ വിളിച്ചിട്ട് കിട്ടാത്തതുകൊണ്ട് പ്രണയം കത്തി നിൽക്കുന്നതുകൊണ്ട് നടിയുടെ അമ്മയെയും സഹോദരനെയും വിളിച്ച് സംസാരിച്ചത്. നിങ്ങളെങ്കിലും പറയാന്ന്, എന്താണ് എന്നെ നടി പ്രണയിക്കാത്തത്? മധു പാവ, മധുവിൻ്റെ സ്ഥാനത്ത് ഞാനായിരുന്നെങ്കിൽ ഉറപ്പായിട്ട് പറയുന്നു, ഇനി ജയിലിൽ കിടക്കേണ്ടി വന്നാലും ശരി, സനൽകുമാര നീ ഇനി സിനിമ എടുക്കില്ലായിരുന്നു, നിന്നെ ഞാൻ ചവിട്ടി ഓടിച്ച് എവിടെയെങ്കിലും ഇട്ട് ചിലവിന് തന്നെ. അത് പോട്ടെ, എനിക്ക് സനൽകുമാരനെ രാജകുമാരനെ പോലെ ഇഷ്ടമാണെന്ന് പ്രായപൂർത്തിയായ അവർ പറയാത്തിടത്തെങ്കിലും നിങ്ങളൊരു രാജകുമാരനെ പോലെ ഞങ്ങൾക്കും ഇഷ്ടമാണ് കേട്ടോ, എന്താണ് മോളിങ്ങനെ നിങ്ങളെ മൈൻഡ് ചെയ്യാത്തതെന്ന് മനസ്സിലാവുന്നില്ല എന്ന് അവർ പറയാത്തതുകൊണ്ട് സനൽകുമാർ പണി മതിയാക്കണമായിരുന്നു, ഈ പണി മതിയാക്കണമായിരുന്നു. അതിന് പകരം ട്രംപ് പോലും വോട്ട് ചോദിക്കാൻ ചുറ്റാത്ത അത്ര ദൂരം അമേരിക്ക മുഴുവൻ കറങ്ങി നടന്നു അവളെ കാണാനെന്ന് സനൽകുമാരൻ തന്നെ ഫേസ്ബുക്കിൽ പോസ്റ്റ് ചെയ്തല്ലോ. ഞാൻ അമേരിക്ക മുഴുവൻ കറങ്ങിയെന്ന്, 10,000 കിലോമീറ്റർ എന്തോ, 10,000 50,000 കിലോമീറ്റർ കറങ്ങിയെന്ന് അമേരിക്ക മുഴുവൻ. ഈ നടി എവിടെ സ്റ്റേജ് ഷോയ്ക്ക് വന്നു എന്ന് അന്വേഷിക്കാൻ. ഇവന് വേറെ പണിയില്ല എന്നാണ് ഞാൻ ആലോചിക്കുന്നത്. LLB വരെ പഠിച്ചവനാണ്, 5 വർഷമായിട്ട് പ്രേമിക്കുന്നു എന്നാണ് പറയണത്. 5 വർഷം മുമ്പ് അവന് കോളേജിൽ പ്രണയിച്ച് കല്യാണം കഴിച്ച അഡ്വക്കറ്റായ ഒരു ഭാര്യയും 2 ആൺകുട്ടികളും ഉള്ളവനാണ്. ആ ആൺകുട്ടികൾ മക്കളായി 2 ആൺകുട്ടികളും ഭാര്യയായിട്ടൊരു അഡ്വക്കറ്റും ഉള്ളപ്പോഴാണ്, അല്ലെങ്കിൽ പ്രണയിച്ച് കല്യാണം കഴിച്ച ഭാര്യ ഉള്ളപ്പോഴാണ് ഇവൻ അടുത്ത പ്രണയം കൊണ്ട് സ്വിച്ച് നടന്നത്. ഇവൻ ആരെങ്കിലും നമ്പുമോ? ഭയങ്കര ബോറായിപ്പോട്ടെ. ഇവനെ സപ്പോർട്ട് ചെയ്യാൻ ആളുണ്ടെന്നേ, അതാണ് പ്രശ്നം. ഇങ്ങനെ നടക്കുന്ന നൊട്ടോറിയസുകൾക്ക് സപ്പോർട്ട് ചെയ്യാൻ ആളുണ്ട്, അതുകൊണ്ടാണ് ഇവനൊക്കെ നെഗളിക്കുന്നത്. ഈ സനൽകുമാറിന് നെഗളിപ്പൊന്നുമില്ല, എനിക്ക് പരമായ സംശയമുണ്ട് അയാൾക്ക് എന്തോ മാനസിക പ്രശ്നമുണ്ടെന്ന്. എവിടെയെങ്കിലും കൊണ്ട് ട്രീറ്റ് ചെയ്താൽ തല്ല് കിട്ടാതെയൊക്കെ ജീവിക്കാൻ കുറച്ച് കാലം കൂടി. ഇത്രയും ഒരു വാവളന്താൻ എങ്ങനെ 4-5 സിനിമകൾ എടുത്തു എന്നാണ് സത്യത്തിൽ എനിക്ക് അതിശയം. വാവളന്താനെന്നല്ല, വാവളന്താൻ എന്ന് പറഞ്ഞാൽ മോശം, അതിലും കൂടി എന്തെങ്കിലും വാക്കാണ് വിളിക്കേണ്ടത്. എങ്ങനെ LLB പാസ്സായി എന്നാണ് ഞാൻ ആലോചിക്കുന്നത്. മിടുക്കനാണ്, നന്നായിട്ട് സിനിമ തിരക്കഥ എഴുതാൻ അറിയാം, സംവിധാനം ചെയ്യാനറിയാം, അത് എഡിറ്റ് ചെയ്യാനറിയാം, എല്ലാം അറിയാം. പക്ഷെ എന്ത് ചെയ്യാം, വിവരദോഷമല്ലാതെ ചെയ്യില്ല. ആ പറയുന്ന നടിയെ അവളിടുന്ന ഒരു ഡ്രസ്സ് വാങ്ങി കൊടുക്കാനുള്ള പാങ്ങവനില്ല. അവൻ തന്നെ പറഞ്ഞിട്ടില്ല എനിക്ക് വീടും കൂടുമൊന്നും ഇല്ലയെന്ന്, അതുകൊണ്ട് സെക്രട്ടേറിയറ്റ് ഇടയിൽ ഫുട്പാത്തിൽ കിടക്കുമെന്ന്. യവനാണ് മലയാളത്തിലെ ഏറ്റവും തിരക്കുള്ള ഏറ്റവും ശമ്പളം വാങ്ങുന്ന നടിയെ പ്രേമിക്കാൻ നടക്കുന്നത്. അവളിടുന്ന ഒരു ഡ്രസ്സ് വാങ്ങിക്കൊടുക്കാൻ, അല്ലെങ്കിൽ അവളുടെ കാലിലിടുന്ന ഒരു ചെരുപ്പ് വാങ്ങിക്കൊടുക്കാനുള്ള പാങ്ങില്ലാത്ത ഈ പേങ്ങൻ, ഈ പൊട്ടൻ ഇപ്പോൾ വല്ല കാര്യമുണ്ടോ? പോലീസ് സ്റ്റേഷനിൽ നിന്ന് ജാമ്യം കൊടുത്തു, അവിടെ നിന്ന് ഇളവകരിൽ നിന്ന് ഇറക്കി വിട്ടവർ. കാരണം അവിടെ ചെന്നാൽ അവർക്കും തലവേദനയാവുന്നേ പോലീസിന്. ചക്കാന്ന് ചോദിച്ചാൽ ചുക്കെന്നല്ലേ മറുപടി പറയും. കമ്മ്യൂണിസ്റ്റ് സർക്കാരാണെന്ന് എന്നെ കൊല്ലാൻ നടക്കുന്നു. ഇവനെയൊക്കെ കൊന്നിട്ട് എന്ത് കിട്ടാനെന്നേ? ഒന്നുമില്ലെങ്കിലും പിണറായി ഭരിക്കുമ്പോഴല്ലേ സംസ്ഥാന അവാർഡ് കിട്ടിയേ. ഒരു ഉളുപ്പുമില്ലാതെ അദ്ദേഹത്തിൻ്റെ കയ്യിൽ നിന്നല്ലേ വാങ്ങിച്ചേ. ഈ പിണറായിയും കമ്മ്യൂണിസ്റ്റ് പാർട്ടിയൊക്കെ ദ്രോഹികളാണെങ്കിൽ ആ അവാർഡെങ്കിലും വാങ്ങിക്കുക. ഞാൻ പിണറായി അവാർഡ് വാങ്ങിക്കില്ല എന്ന് പറയണ്ടേ, എനിക്ക് അയച്ചു തന്നാൽ മതി എന്ന് പറയണ്ടേ. അവിടെ കിണിക്കാണ്ട് നിന്ന് അവാർഡും വാങ്ങിച്ചിട്ട് ഇങ്ങനെ തെറി പറഞ്ഞു. പിണറായി വിജയനൊക്കെ ഇതാണ് ജോലി, നിങ്ങൾ ആലോചിച്ച് നോക്കിയേ. നമ്മൾ പറയുമ്പോൾ എന്തെങ്കിലുമൊക്കെ യാഥാർത്ഥ്യ ബോധം വേണ്ടേ? കൂടുതൽ ഞാൻ പറയുന്നില്ല. ഒരു നല്ല ചെറുപ്പക്കാരൻ നശിച്ചു പോയി. ഒരു പെണ്ണറിയാതെ ഒരു പെണ്ണിനെ പ്രേമിക്കാൻ നടന്നിട്ട് എന്തെല്ലാം കഥകൾ പറഞ്ഞു എന്നാലോചിക്കുക. അവളെ മോളെയും കൊന്നുകളെയും പിന്നെ മറ്റേ
ദിലീപിനാണ് ഈ കളിയെല്ലാം ദിലീപാണ് കളിക്കുന്നത്. അയാൾക്കൊക്കെ വേറെ അയാൾ എങ്ങനെയെങ്കിലും ആ കേസിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടി ഓടിക്കൊണ്ട് നടക്കുമ്പോൾ ഈ പൊട്ടനെ പറ്റി അന്വേഷിക്കുമോ? കഷ്ടമാണ് സത്യം പറഞ്ഞാൽ. ഇയാളൊരു നല്ല സംവിധായകനാവുമെന്നൊക്കെ വിചാരിച്ചു. കാരണം ചെയ്ത 1-2 പടങ്ങൾ നല്ല നോട്ടബിൾ പടങ്ങളായിരുന്നു. എല്ലാം പോച്ച്, എല്ലാം തീർന്നു, വട്ടായി പോവും. ഇപ്പം തന്നെ ഏതാണ്ട് ഒരു വട്ടിൻ്റെ സ്റ്റൈലില്ല, മുടിയും താടിയൊക്കെ വളർത്തി ഇങ്ങനെ ഇരിക്കുന്ന നോക്കുന്നതൊക്കെ കണ്ടാൽ തന്നെ ഒരു നോർമലെല്ലാം തോന്നും. ഇനി ആ ലെവലിലേക്ക് ആകാനാണ് സാധ്യത. ഒരു നല്ല ചെറുപ്പക്കാരന് നഷ്ടപ്പെട്ടു. സഹോദരിയും അമ്മയൊക്കെ അവിടെ താമസമുണ്ട് നെയ്യാറ്റിൻകരയ്ക്കപ്പുറത്ത്. ഇപ്പോൾ പറയണം എനിക്ക് വീടും കൂടിയും മേൽവിലാസമൊന്നുമില്ല, എല്ലാം പോച്ച്. കയ്യിൽ നിന്ന് പൈസ എല്ലാം കൂടെ കടവും വാങ്ങിച്ചൊക്കെ ആയിരിക്കും അമേരിക്കയിൽ പോയത്, പുറത്തേക്ക്. അവിടെ നിന്നാണ് വന്നത്. ഇതിൽ കൂടുതലൊന്നും പറയുന്നില്ല. ഈ വാരഫലം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിരിക്കുമെന്ന് വിശ്വസിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം.